സമൂഹമാധ്യമ നിരോധനം നീക്കി നേപ്പാൾ ഭരണകൂടം. ജൻസി പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിരോധനം നീക്കിയത്. ജൻസി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് വെടിവയ്പിൽ നേപ്പാളിൽ ഇന്നലെ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. 400-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. നേപ്പാൾ ആഭ്യന്തരമന്ത്രി ഇന്നലെ രാജിവെച്ചു. അതേസമയം സാമൂഹ്യവിരുദ്ധ ശക്തികൾ പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയെന്നും മരണങ്ങൾ അതീവ ദുഃഖകരമെന്നും പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. നന്ദൻ ചേരുന്നു. നന്ദൻ, എന്തായാലും സമൂഹ മാധ്യമ നിരോധനം ഇപ്പോൾ നേപ്പാൾ ഭരണകൂടം നീക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? രോഹിണി, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഏതാണ്ട് 26 സമൂഹ മാധ്യമ അക്കൗണ്ടുകളായിരുന്നു നേപ്പാളിൽ നിരോധിച്ചത്. അതായത് പ്രാദേശിക രജിസ്ട്രേഷൻ നിർബന്ധമാക്കി, ഒപ്പം തന്നെ പ്രാദേശികമായി പ്രതിനിധികൾ ഉണ്ടാകണം, രാജ്യത്തെ ജനങ്ങൾക്ക് പരാതി പറയുവാനുള്ള അവസരം ഉണ്ടാകണം തുടങ്ങിയ നിബന്ധനകൾ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം നടപടികൾ കർശനമാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 4-ാം തീയതി മുതൽ നേപ്പാളിൽ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ജൻസിയുടെ ഭാഗത്തുനിന്നും വലിയ പ്രക്ഷോഭമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 19 പേരുടെ മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. പോലീസ് റബ്ബർ ബുള്ളറ്റിനടക്കം പ്രയോഗിച്ചു. പോലീസ് വെടിവെപ്പിലാണ് 19 പേരെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും അധികം പ്രക്ഷോഭം, അല്ലെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ, യുവാക്കൾ കൊല്ലപ്പെട്ടത് അത് കാഠ്മണ്ഡുവിൽ, തലസ്ഥാനത്ത് തന്നെയാണ്. പാർലമെന്റിലേക്ക് നടന്ന മാർച്ചായിരുന്നു അക്രമാസക്തമായത്. ഏതാണ്ട് 400-ലധികം പേർക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിൽ ഈ പ്രക്ഷോഭം ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ വൈകുന്നേരം അടിയന്തര മന്ത്രിസഭാ യോഗം കൂടി. ഈ മന്ത്രിസഭാ യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി തൻ്റെ രാജി പ്രഖ്യാപിച്ചത്. മാത്രമല്ല, പ്രധാനമന്ത്രി അടക്കമുള്ളവർ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ഈ ജൻസി പ്രക്ഷോഭം ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരമൊരു പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ പ്രക്ഷോഭം വലിയ രീതിയിലേക്കുള്ള കലാപങ്ങളിലേക്ക് വഴിവെച്ച ഒരു സാഹചര്യത്തിലാണ് ഈ നിരോധനം നീക്കുവാൻ വേണ്ടി നേപ്പാൾ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ഇന്നും കാഠ്മണ്ഡുവിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങൾ കാഠ്മണ്ഡുവിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഈ ജൻസി മുന്നോട്ട് വെക്കുന്നത് സർക്കാരിൻ്റെ ദുർഭരണ നടപടികൾ അത് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ നിരോധനം എന്നുള്ളതാണ് ഈ ന്യൂ ജനറേഷൻ, അതായത് ജനറേഷൻ ഇസഡ് 1990 ശേഷം ജനിച്ച യുവാക്കളടക്കം യുവതലമുറ വ്യക്തമാക്കുന്നത്. അങ്ങനെ സർക്കാരിൻ്റെ ദുർഭരണത്തെ മറച്ചു വെക്കുവാൻ വേണ്ടി, അതിനെ മൂടിവെക്കുവാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗം മാത്രമായിരുന്നു. അല്ലാത്ത ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഈ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ തുറന്നു നൽകുന്നതിലൂടെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ജൻസി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ ഈ ദുർഭരണ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം തുടരുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കാഠ്മണ്ഡുവിൽ പ്രക്ഷോഭം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി വ്യക്തമാക്കിയത് ഈ സംഭവം, ഇന്നലെ ഉണ്ടായ 19 പേരുടെ മരണം അതീവ ദുഃഖകരമാണ് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ നമുക്കിനി വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. രോഹിണി, ശരി, നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.